Praise the Lord. Hallelujah. Stotram, stotram, stotram. Praise the Lord. Hallelujah. 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 കർത്താവേ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ വൈകിയ സമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രകാരം റോസ് ഫാമിലി എന്ന ഫേസ്ബുക്ക് പേജിലൂടെ നിങ്ങളുടെ മുമ്പിൽ തിരുവചനവുമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൻ്റെ അഡ്മിനായിരിക്കുന്ന പ്രിയ സിസ്റ്ററെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ഇപ്രകാരം ഒരു വേദി ദൈവം അവിടെ നിന്ന് ഒരുക്കി തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കിന്ന് ഈ വൈകിയ സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിപ്പാനായി ദൈവം നൽകിയിരിക്കുന്ന ഒരു തിരുവചന ഭാഗത്തിലേക്ക് ഞാൻ എൻ്റെ ശ്രദ്ധയെ തിരിക്കുന്നു. യോബിന്റെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. യോബിന്റെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു തിരുവചനം നമുക്ക് വായിച്ചു കേൾപ്പാൻ സർവശക്തനായ ദൈവം സഹായിച്ചു. തിരുവചനത്തിൽ ഇങ്ങനെയാ പറയുന്നത്, ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യോബിന്റെ ജീവിത ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ കടന്നു വന്ന പ്രതികൂലത്തിന്റെ നടുവിലും പ്രതിസന്ധിയുടെ നടുവിലും ആരും അവന് ആശ്രയമായി ഇല്ലാതിരിക്കുമ്പോൾ, ആരും അവന്റെ ജീവിതത്തിന്റെ പ്രശ്നത്തിന്റെ നടുവിൽ ആശ്വാസ വാക്കുകൾ പറഞ്ഞു കൊടുക്കുവാൻ ഇല്ലാതിരിക്കുമ്പോൾ, അവന്റെ വേദനയുടെ നടുവിലും പ്രയാസത്തിന്റെ നടുവിലും യോബിനെ ആശ്വാസമായി ആരും അവന്റെ അടുക്കൽ എത്താതിരിക്കുമ്പോൾ, അവന്റെ പ്രയാസങ്ങൾ, അവന്റെ ബുദ്ധിമുട്ടുകൾ, അവൻ അനുഭവിക്കുന്നതായ വേദനകരമായ അനുഭവങ്ങൾ അവൻ പറയുന്നത് സ്വർഗത്തിലെ ദൈവത്തോട് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവൻ ഇങ്ങനെ സാക്ഷ്യം പറയുന്നത്, എപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ അനുഭവത്തോടുകൂടി അവൻ പറയുന്നു, ഈ ലോകത്തിൽ എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ആരുമില്ല, ഈ ലോകത്തിൽ എൻ്റെ വേദനകളെ കാണുവാൻ ആരുമില്ല, എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂലങ്ങളെ കണ്ട് എന്നെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ആരുമില്ല എന്ന് ഇയ്യോബ് കണ്ടപ്പോൾ ഇയ്യോബ് സ്വയം പറയുകയാണ്, എനിക്ക് ആശ്വാസകനായി, എൻ്റെ ഭാരങ്ങളെ വഹിക്കുന്നവനായി, എൻ്റെ വേദനകളെ കാണുന്നവനായി സ്വർഗത്തിൽ ഒരുവനുണ്ട്. അവൻ എൻ്റെ വേദനകളെ എൻ്റെ കാണുന്നുണ്ട്, അവൻ എൻ്റെ പ്രയാസങ്ങളെ അറിയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ സാക്ഷി സ്വർഗത്തിലായിരിക്കുന്നത്, എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലായിരിക്കുന്നു എന്ന് യോബ് വ്യക്തമായി ഈ ഭാഗത്തിലൂടെ ഇവിടെ വെളിപ്പെടുത്തുവാനിടയായി തീരുന്നു. യോബ് എന്തുകൊണ്ട് അവന്റെ സാക്ഷ്യം ഇങ്ങനെ പറയുന്നു? എൻ്റെ സാക്ഷ്യം സ്വർഗത്തിലാണ്, എൻ്റെ സാക്ഷി സ്വർഗത്തിലെന്ന് പറയുവാൻ കാരണമെന്ത്? നമ്മൾ വായിക്കുമ്പോൾ, താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ അവന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ 16-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവർ എന്റെ സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവന്റെ സ്നേഹിതൻ അവന്റെ ജീവിതത്തിൽ വന്ന കഷ്ടപ്പാടുകളുടെ നടുവിൽ, അവന്റെ ജീവിതത്തിൽ കടന്നു വന്ന വേദനകളുടെ നടുവിൽ ചുറ്റുപാടുള്ളവർ ആരും വന്ന് അവനെ ആശ്വസിപ്പിക്കുവാനല്ല ശ്രമിക്കുന്നത്. അവൻ പറയുകയാണ്, എന്റെ സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു പരിഹാസ വിഷയമായി അവനെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവനെ ആശ്വസിപ്പിക്കുവാനോ അവനെ ഒന്ന് കൈത്താങ്ങുവാനോ കഴിയാതെ അവനെക്കുറിച്ച് മറ്റുള്ളവരോട് പരിഹസിക്കുന്നവരായി അവൻ കാണുന്നത് കൊണ്ട് അവൻ പറയുന്നു, എന്റെ സാക്ഷി സ്വർഗത്തിലായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് പകരം പറയുവാൻ, എനിക്ക് ഉത്തരം നൽകുവാൻ, എന്റെ അനുഭവങ്ങളെ കേൾക്കുവാൻ ഈ ലോകത്തിലുള്ള ആരും എന്റെ അടുക്കലില്ല. അവരെല്ലാം എന്നെ പരിഹസിക്കുകയാ ചെയ്യുന്നത്, എന്നെ നിന്ദിക്കുകയാ ചെയ്യുന്നത്. ദൈവത്തിന്റെ പൈതലെ, ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ദൈവദാസിമാരോട് ഇന്ന് ഈ സമയത്ത് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്, നമ്മുടെ വേദനകളെ കാണുക, നമ്മുടെ പ്രയാസങ്ങളെ കാണുക, നമ്മുടേതായ ബുദ്ധിമുട്ടുകളെ കാണുക. ലോകത്തിലുള്ള ആരും നിന്റെ മുമ്പിൽ ഇല്ലാതിരിക്കുമ്പോൾ നിന്നെ ഒന്നടങ്കം എല്ലാവരും പരിഹസിക്കുന്നവരായി ലോകത്തിൽ നിന്നെ മുദ്ര കുത്തിയിരിക്കുമ്പോൾ ഇന്ന് ഈ സമയം പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്ന ഒരു ദൈവികാലോചന, നിന്റെ വേദന കാണുവാൻ, നിന്റെ സങ്കടങ്ങളെ അറിയുവാൻ, നിന്റെ കഷ്ടപ്പാടുകൾ അറിയുന്ന ഒരുവനുണ്ട്. നിന്റെ സാക്ഷ്യം സ്വർഗത്തിലാ പറയേണ്ടത്. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. അതുകൊണ്ട് ഇയ്യോബ് പറയുന്നു, ഈ ലോകത്തിലുള്ളവരോട് എന്റെ സാക്ഷ്യം പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ലോകത്തിലുള്ള വ്യക്തികളോട് എന്റെ അനുഭവങ്ങളെ പങ്കുവച്ചിട്ട് കാര്യമില്ല. എന്റെ സാക്ഷിയോ, എന്റേതായ ദൈവിക വിടുതലുകൾ, ദൈവം എനിക്ക് വേണ്ടി ചെയ്തതായ അത്ഭുത പ്രവൃത്തികൾ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് മാത്രമേ ഞാൻ സംസാരിക്കത്തുള്ളൂ എന്ന് ഇയ്യോബ് ഹൃദയത്തിൽ തീരുമാനമെടുക്കുന്നത് കാണുവാൻ കഴിയുന്നു. പ്രിയരെ, ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ദൈവദാസിമാരോട് ഞാൻ ഇന്നൊരു ആത്മീക ദൂത് കൈമാറുക. നിന്റെ ജീവിതത്തിലെ വേദനകൾ കാണുവാൻ കഴിയാത്തവരുടെ നടുവിൽ, നിന്റെ ജീവിതത്തിലെ സങ്കടങ്ങളെ അറിയുവാൻ കഴിയാത്തവരുടെ നടുവിൽ നിന്റെ വേദനകൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് രാത്രി ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ദൈവദാസിമാരോട് ഞാൻ പറയുന്നത്, നിന്റെ വേദനകൾ, നിന്റെ സങ്കടങ്ങൾ, നിന്റെ ഞെരുക്കങ്ങൾ, നിന്റെ ബുദ്ധിമുട്ടുകൾ, നിന്റെ ഒറ്റപ്പെടലുകൾ, നിന്റെ ഏത് വേദനയുടെ നടുവിലോ നീ പറയേണ്ടത്, ലോകത്തിൽ നിന്നെ പരിഹസിക്കുന്നവരുടെ അടുക്കലല്ല, നിന്നെ വേദനിപ്പിക്കുന്നവരുടെ നടുവിലല്ല, സ്വർഗത്തിലെ ദൈവത്തോട് നിന്റെ വേവലാതികൾ, നിന്റെ പരിഭ്രമങ്ങൾ, നിന്റെ സങ്കടങ്ങൾ ഇന്ന് പറയുവാൻ തീരുമാനമുണ്ടെങ്കിൽ ആ ദൈവം നിനക്ക് സാക്ഷിയായി നിന്ന് നിന്റെ സങ്കടങ്ങളെ മാറ്റി, വേദനകളെ മാറ്റി ഇന്ന് രാത്രി, ഇന്ന് ഈ സമയം മുതൽ നിന്നെ വ്യത്യസ്തമായി ഉയർത്തുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. അടുത്ത രണ്ടാമതായി പറയുന്നു, എന്റെ അടുക്ക് പരിഹാസമേ ഉള്ളൂ. അതിന്റെ 17-ാമത്തെ ആയത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്റെ അടുക്ക് പരിഹാസമേ ഉള്ളൂ, എന്റെ കണ്ണ് അവിടെ വക്കാണം കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ഇയ്യോബിനെ കാണുന്നത്, മറ്റുള്ളവർ വന്ന് മുഖാമുഖമായി കാണുന്നത്, അവരുടെ അടുക്കൽ അവന്റെ അടുക്കൽ വന്ന് അവനെ പരിഹസിക്കുവാനാ. പ്രൈസ് ദി ലോർഡ്. അവന്റെ കണ്ണവിടെ വക്കാണം കണ്ടുകൊണ്ടിരിക്കുന്നു. വക്കാണം എന്ന് പറഞ്ഞ അവരുടെ ദുഃഖത്തിലായിരിക്കുന്ന ഇയ്യോബിന്റെ അടുക്കൽ തന്റെ സ്നേഹിതന്മാർ വന്നിട്ട് അവർ സങ്കടകരമായ അനുഭവങ്ങൾ പ്രകടിപ്പിച്ചാലോ ഉള്ളിന്റെ അകത്തളത്തിൽ ചില വാക്കുകൾ കൊണ്ട് അവനെ വേദനിപ്പിക്കുന്ന ഓരോ വാക്കുകൾ അവനെ കുറിച്ച് പറയുക. പ്രൈസ് ദി ലോർഡ്. നമുക്കൊക്കെ അറിയാമല്ലോ, ചിലവര് നമ്മെ മുഖാമുഖമായി കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് പറയും, ഹൃദയത്തിന്റെ അകത്തോ എന്തെങ്കിലുമൊക്കെ നിരൂപിച്ച് പറയുന്ന അനുഭവം. അതാ ഇവിടെ ഇയ്യോബ് പറയുന്നത്, എന്നെ പരിഹസിക്കുന്നവരുണ്ടല്ലോ, എന്നെ മുഖാമുഖമായി കാണും, പക്ഷെ അവരുടെ വക്കാണം കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവർ അനീതിയായത് ഇവരെങ്ങനെ ഇങ്ങനെ വന്നു. ദൈവം ഇയ്യോബ് സന്തുഷ്ട അല്ലെങ്കിൽ ബൈബിൾ അവനെ കുറിച്ച് പറയുന്നത്, അവൻ 1-ാം അധ്യായത്തിൽ അവൻ ഇങ്ങനെയാ പറയുന്നത്. എന്തൊക്കെ അവന്റെ ക്വാളിഫിക്കേഷൻ പറയുക, അവൻ നേരുള്ളവനാണ്, നിഷ്കളങ്കനാണ്, ദൈവഭക്തനാണ്, ദോഷം വിട്ടകലുന്നവനാണ് എന്നീ ഗുണവിശേഷങ്ങളുള്ള ഇയ്യോബിനെ കുറിച്ച് മറ്റുള്ളവർ വന്ന് കണ്ടിട്ട് ഇവന്റെ ഈ പ്രയാസങ്ങളൊക്കെ കണ്ടപ്പോൾ ഇവൻ എന്താ നിഷ്കളങ്കത ഇവനിലിരിക്കുന്നത്, ഇവനിൽ എന്താ നേരൊടിക്കുന്നത്, ഇവൻ എന്താ ദൈവഭക്തൻ ആയിരിക്കുന്നത്. നോക്കുക, പലരും വന്ന് പല അഭിപ്രായങ്ങൾ ഇയ്യോബിന് നേരെ പറയുമ്പോൾ അവൻ പറയാണ്, അവരെല്ലാം വന്ന് ഇങ്ങനെയാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. സാക്ഷ്യം പറയുക, എന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങൾ, അനുഭവങ്ങളെ കുറിച്ച് നല്ല നിലവാരത്തിൽ പറയുവാൻ കഴിയാതെ അവർ ഈ ലോകപ്രകാരമായി കാണുന്ന ഓരോ പ്രവൃത്തികളെ കണ്ട് എനിക്ക് വിരോധമായി സംസാരിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്റെ സാക്ഷി, എന്റെ അനുഭവം കാണുന്നവൻ ഒരുവനുണ്ട്, അവൻ സ്വർഗത്തിലായിരിക്കുന്നത്. പ്രിയരെ, ദൈവാത്മാവ് നമ്മോട് പറയുന്നത്, നിന്നെക്കുറിച്ച് പുറമെ നിന്നോടൊപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലോ അകത്തളത്തിൽ നിന്നുകൊണ്ട് നിനക്ക് വിരോധമായി സംസാരിക്കുന്ന ജനങ്ങളില്ലേ, നിനക്ക് വിരോധമായി സംസാരിക്കുന്ന വ്യക്തികളില്ലേ, ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുന്നവരോട് ദൈവാത്മാവ് പറയുക, അവരെ കുറിച്ച് നീ ചിന്തിക്കേണ്ട, അവിടെ വ്യാപലാദികളെ കുറിച്ച് പറയണ്ട. സ്വർഗത്തിലെ ദൈവം നിന്റെ സാക്ഷ്യം കാണുന്നുണ്ട്, നിന്റെ വേദന സ്വർഗത്തിലെ ദൈവം അറിയുന്നുണ്ട്, നിന്റെ സങ്കടങ്ങൾ സ്വർഗത്തിലെ ദൈവം കാണുന്നുണ്ട്. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുന്നവരുടെ ദൈവാത്മാവിനാണ് ഒരു ദൂത് കൈമാറുക. നിന്റെ വേദന കാണുന്ന ദൈവം, നിന്റെ സങ്കടങ്ങളെ അറിയുന്ന ദൈവം, നിന്റെ ബുദ്ധിമുട്ടുകളെ അറിയുന്ന ദൈവം, മറ്റെല്ലാവരും പലരും നിന്നെ കുറിച്ച് മലനിലവാരത്തിൽ പറഞ്ഞാലോ സ്വർഗത്തിലെ ദൈവം നിന്നെ കുറിച്ച് ഒരു വ്യക്തമായ ഒരു അരുളപ്പാട് നിനക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആ ദൈവം നിനക്ക് വേണ്ടി സാക്ഷ്യം പറയും. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. അടുത്തതായി അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ 17:6 ഇങ്ങനെ പറയുന്നു, അവൻ എന്റെ ജനങ്ങൾക്ക് പഴഞ്ചൊല്ലാക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇതല്ലേ ആ മനുഷ്യരുടെ അനുഭവങ്ങൾ. അവർ പലപ്പോഴും പഴഞ്ചൊല്ലുകൾ പോലെ നമുക്കറിയാമല്ലോ പഴഞ്ചൊല്ലുകൾ പറയുന്ന അനുഭവങ്ങൾ. അതുപോലെ നമ്മെക്കുറിച്ച് മറ്റുള്ളവർ സാക്ഷ്യം പറയുമ്പോൾ അതിനൊന്നും കേൾക്കുവാൻ ഇയ്യോബ് ചെവി കോർത്തില്ല. അവൻ പറയുകയാണ്, എന്റെ സാക്ഷ്യം കേൾക്കുന്നവൻ അവൻ സ്വർഗത്തിലായിരിക്കുന്നത്. ഈ ലോകത്തിലുള്ള വ്യക്തികളെല്ലാം പഴഞ്ചൊല്ലാക്കിയിരിക്കുക. നിന്റെ ജീവിതം ഇതോടുകൂടി അവസാനിച്ചു. ഇനി മരണമാണ് നിന്റെ മുമ്പിൽ, നിനക്കൊരു ഉയർച്ചയില്ല, നിന്റെ ജീവിതം ഇതോട് തകർന്നു എന്നൊക്കെ പഴഞ്ചൊല്ല് പോലെ മറ്റുള്ളവർ ഇയ്യോബിനെ കുറിച്ച് പറയുമ്പോൾ, സ്നേഹിതന്മാർ ഇയ്യോബിനെ കുറിച്ച് പറയുമ്പോൾ അവൻ പറയുകയാണ്, ജനങ്ങളെല്ലാം ഇങ്ങനെ എന്നെ പഴഞ്ചൊല്ലാക്കിയിരിക്കുകയാണ്. എന്റെ വേദന കണ്ടിട്ട്, എന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട്, എന്റെ ഈ ശരീരത്തിന്റെ ബലഹീനതകളെ കണ്ടിട്ട് അവരൊരു പഴഞ്ചൊല്ല് പോലെ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ അവരുടെ മുമ്പിൽ എന്റെ സാക്ഷ്യത്തെ നിരത്തത്തില്ല. എന്റെ സാക്ഷ്യം സ്വർഗത്തിലെ ദൈവം അറിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ദൈവത്തിന്റെ ദാസിമാരെ, ഇന്ന് ദൈവാത്മാവ് നിങ്ങളോട് പറയുന്ന ഒരു ദൈവിക ദൂത്, നിന്റെ ജീവിതത്തെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി, നിന്റെ വ്യക്തിപരമായ ജീവിതത്തെ നോക്കി ഒരു പഴഞ്ചൊല്ലുപോലെ വ്യക്തികൾ നിന്നെ കുറിച്ച് പരിഹസിക്കുമ്പോ, നിന്നെ കുറിച്ച് അപമാനിക്കുമ്പോ, നിന്നെ കുറിച്ച് നിന്ദിക്കുമ്പോ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്ന ഒരു ദൂത്, നീ അവരോട് നിന്റെ സാക്ഷ്യത്തെ വെളിപ്പെടുത്തരുത്. നിന്നെ അപമാനിക്കുന്നവരുടെ നടുവിൽ, നിന്നെ നിന്ദിക്കുന്നവരുടെ നടുവിൽ നിന്റെ സാക്ഷ്യം നിരത്തരുത്. നീ നിന്റെ സാക്ഷ്യം പറയേണ്ടത്, ഉയരത്തിൽ ഒരുവനുണ്ട്, നിന്നെ കരം പിടിച്ചവൻ, നിന്നോട് കൂടെ ഇരിക്കുന്നവൻ, നിന്റെ വാഗ്ദത്തങ്ങളെ കാണുന്നവൻ, നിന്നോടൊപ്പം സഹകരിക്കുന്നവൻ, നിന്റെ വേദനകളെ കാണുന്നവൻ, അവനോട് നീ സാക്ഷ്യം പറ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഈ വചനത്തിൽ ധ്യാനത്തിലൂടെ പരിശുദ്ധാത്മാവ് പറയുക, അവരൊക്കെ ഇയ്യോബിനെ ഒരു പഴഞ്ചൊല്ലാക്കിയിരിക്കുക. അടുത്ത ഭാഗം 6-ന്റെ 2-ാമത്തെ ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ മുഖത്തു തുപ്പേൽക്കുന്നവനായിരിക്കുന്നു എന്ന് പറഞ്ഞ അവരെല്ലാവരും കൂടെ അവനെ തുപ്പുക. പ്രൈസ് ദി ലോർഡ്. അവരെല്ലാവരും കൂടെ വാക്കുകൾ കൊണ്ട് തുപ്പേൽപ്പിക്കുക. അവന്റെ ഈ പ്രയാസം കണ്ടിട്ട്, അവന്റെ ഉച്ചം തല മുതൽ ഉള്ളം കാല് വരെ രോഗത്തിന്റെ ബന്ധനത്തിലായിരിക്കുമ്പോ അവനൊട്ടും എഴുന്നേൽക്കുവാനോ നിവർന്നു നിൽക്കുവാനോ കഴിയാതെ വണ്ണോ ഈ കഷ്ടതയുടെ നടുവിലായിരിക്കുമ്പോഴും അവരെല്ലാം വന്ന് അവന്റെ മുഖത്ത് തുപ്പേൽപ്പിക്കുക. ഇതേ അനുഭവമല്ല പ്രിയ ദൈവമേതലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ? നമ്മുടെ വേദനകളെ കാണുമ്പോ, നമ്മുടെ പ്രയാസങ്ങളെ കാണുമ്പോ മറ്റുള്ളവർക്കൊരു നിന്നാപാത്രമായി നാം ആയിരിക്കുന്ന മേഖലയ്ക്കകത്തളത്തിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ സാക്ഷ്യം കേൾക്കുന്നവർ ലോകത്തിലുള്ളവരൊക്കെയും നിന്റെ തുപ്പേൽപ്പിക്കുന്നത് പോലുള്ള അതേ അവസ്ഥയിലായിരിക്കുമ്പോ ആ വ്യക്തികളുടെ നടുവിൽ നിന്റെ സാക്ഷ്യം പറയാതെ, നിന്റെ സാക്ഷ്യം സ്വർഗത്തിലെ ദൈവത്തോട് പറയുവാൻ ഒരു തീരുമാനമെടുക്കേണ്ട സമയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത ഭാഗം ഓടിച്ചു പോകട്ടെ. അടുത്ത ഭാഗം പറയുന്നു, ഇയ്യോബ് എന്ത് ചെയ്യുന്നറിയാമോ? അവൻ രാത്രിയെ പകലാക്കുന്നു. ആരും അവന്റെ സാക്ഷ്യം കേൾക്കാനില്ല, അവന്റെ വേദനകളെ കാണുവാൻ കഴിയുന്നില്ല. അവന്റെ ഒറ്റയ്ക്കിരുന്ന് ഏകാന്തതയിൽ അവൻ രാത്രിയുടെ യാമങ്ങളെ പകൽ പോലെ കുത്തിയിരുന്ന് അവനായിരിക്കും സമയങ്ങളെല്ലാം അങ്ങനെ വേർതിരിക്കുക. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങളോട് ഇന്നൊരു ദൈവിക ദൂത് കൈമാറുക. നിങ്ങളുടെ ജീവിതം ഇതേ അനുഭവമല്ലേ? രാത്രിയുടെ യാമങ്ങളിൽ ഉറങ്ങുവാൻ കഴിയുന്നില്ല. അത്രമാത്രം സങ്കടത്തിന്റെ അനുഭവത്തിലൂടെ നീ മുന്നോട്ട് പോകുന്നില്ലേ? അത്രമാത്രം വേദനയുടെ നടുവിലൂടെ നീ യാത്ര ചെയ്യുന്നില്ലേ? ഇന്ന് രാത്രി യാമങ്ങളെ സ്വസ്ഥമായി ഉറങ്ങുവാൻ കഴിയാതെ, സ്വസ്ഥമായി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ കഴിയാതെ വണ്ണോ നിന്റെ വേദനകളുടെ നടുവിൽ രാത്രിയുടെ യാമങ്ങളെ പകൽ പോലെ നീ വേർതിരിച്ച് ഓരോ നിമിഷങ്ങൾ മുന്നോട്ട് പോകുമ്പോ ഇന്ന് ഈ സമയം പരിശുദ്ധാത്മാവ് നിന്നോട് ദൂത് പറയുന്നു, നിന്റെ സാക്ഷ്യം കാണുവാൻ ഒരുവനേ ഉള്ളൂ, നിന്റെ വേദന കാണുവാൻ ഒരുവനേ ഉള്ളൂ, നിന്റെ സങ്കടങ്ങളെ അറിയുവാൻ ഒരുവനേ ഉള്ളൂ. അവൻ സ്വർഗത്തിലായിരിക്കുന്നത്. അവനെ ഒന്ന് കാണുവാൻ നിനക്ക് മനസ്സുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ പറയുകയാണ്, രാത്രിയുടെ യാമങ്ങൾ ഞാൻ പകലാക്കി അങ്ങനെ മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുക. എന്റെ സ്നേഹിതന്മാർ പോലും എന്റെ ഈ രാത്രിയുടെ യാമത്തിൽ വന്ന് എന്റെ സങ്കടങ്ങളെ അറിയുവാനോ എന്റെ സങ്കടങ്ങളെ കേൾക്കുവാനോ അവർ ഒരു നിമിഷം പോലും
പോലും സമയം വേർതിരിക്കുന്നില്ല. പക്ഷെ ആ സമയങ്ങളിലും രാത്രിയുടെ യാമങ്ങളെ പകൽ പോലെ ആക്കി ഞാൻ തിരുപാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് എൻ്റെ ദൈവിക പ്രവൃത്തികളെ ഞാൻ ഉയരത്തിലെ സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ അറിയിക്കുകയത്രേ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്ത് പറയുന്നു, ഞാനോ പാതാളത്തെ എൻ്റെ വീടായി പ്രതീക്ഷിക്കുന്നു. ഓ പ്രൈസ് ദി ലോർഡ്. എന്ത് വേദനകരമായ അനുഭവം എന്നറിയാമോ യോബിന്റെ ജീവിതം? അവൻ പറയുക, അവൻ പാതാളത്തെ, ഈ വേദനയുടെ അനുഭവത്തെ അവൻ പാതാളത്തിലായിരുന്നു കൊണ്ട് ഇതാ എൻ്റെ വീട്, ഇതാ എൻ്റെ ജീവിതം എന്ന് വരെ അവൻ പറഞ്ഞ് അവൻ പാതാളത്തെ എൻ്റെ വീടായി അവൻ പ്രതീക്ഷിക്കുക. അവൻ്റെ ആശ്ചര്യമായ വീട്ടിന്റെ അകത്തള അവനായിരിക്കുമ്പോ, ഒരൊറ്റ ആശ്വാസം പകർന്നു കൊടുക്കുവാൻ ആരുമില്ലാതിരിക്കുമ്പോ, അവനെ വേദനിപ്പിക്കുവാൻ വേണ്ടി മാത്രം പലരും വന്നുകൊണ്ടിരിക്കുമ്പോ അവൻ പറയുകയാണ്, ഞാൻ പാതാളത്തെ എൻ്റെ വീടായി ഞാൻ പ്രതീക്ഷിക്കുക. അവിടെ എനിക്ക് സമാധാനമുണ്ട്. പാതാളത്തിൽ ഇരിക്കുമ്പോൾ മറ്റുള്ളവരുടെ കുത്തുവാക്ക് കേൾക്കണ്ടല്ലോ. പാതാളത്തിന്റെ അടിവാരത്തിലേക്ക് ഇരുന്നാൽ ആരും എന്നെ ഡിസ്റ്റർബ് ചെയ്യത്തില്ലോ, എന്നെ വേദനിപ്പിക്കത്തില്ലോ എന്നവൻ മനസ്സിൽ കണ്ടുകൊണ്ട് യോബ് ഇങ്ങനെ പറയുന്നു, ഞാൻ പാതാളത്തെ എൻ്റെ വീടായി ഞാൻ പ്രതീക്ഷിക്കുക. എന്ത് വേദനകരമായ അനുഭവം! ഇതേ അനുഭവമല്ലേ നമ്മുടെ ജീവിതത്തിൽ? പലപ്പോഴും ഭവനത്തിന്റെ അകത്ത് നിനക്ക് സ്വസ്ഥമായി ഇരിപ്പാൻ കഴിയുന്നില്ല. മറ്റു വ്യക്തികളുടെ കുത്തുവാക്കുകൾ, മറ്റു വ്യക്തികൾ നിന്നെ കുറിച്ച് അപമാനിക്കുന്ന അപമാന വാക്കുകൾ, മറ്റുള്ളവർ നിന്നെ കുറിച്ച് പറയുന്നതായ വേദനകരമായ അനുഭവങ്ങൾ പലപ്പോഴും നിനക്ക് ഭവനത്തിന്റെ അകത്ത് സ്വസ്ഥമായി ഇരിപ്പാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്ന ജനമേ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ വചന ധ്യാനത്തിലൂടെ നിന്നോട് ദൈവാത്മാവ് പറയുന്നത്, ആ അനുഭവത്തിൽ നീ ആയിരിക്കുമ്പോൾ നിന്റെ സങ്കടങ്ങളെ കാണുന്നവൻ, നിന്റെ വേദനകളെ കാണുന്നവൻ ഈ ലോകത്തിൽ ആരുമില്ലാതെ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ ആ സാക്ഷ്യം കേൾക്കുന്നവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ പരാതി പറയുന്നവൻ ഈ ലോകത്തിൽ ആരും നിന്നെ കേൾക്കാതിരിക്കുമ്പോൾ സ്വർഗത്തിൽ അവൻ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഭാരപ്പെടേണ്ട. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുന്ന ദൈവദാസിമാരോട് പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ സാക്ഷ്യം സ്വർഗത്തിലായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് യോബ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നു, ഇരുട്ടിൽ ഞാൻ എൻ്റെ കിടക്ക വിരിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവന് സ്വസ്ഥമായി വെളിച്ചത്തിരുന്ന് മറ്റുള്ളവരുമായി സംസാരിച്ചുകൊണ്ട് അവന് കിടന്നുറങ്ങുവാൻ കഴിയുന്നില്ല. അവൻ ഇറക്കുന്നത് എങ്ങനെയെന്നറിയാം? അവൻ ഇരുട്ടിലാണ് അവൻ കിടക്കുന്നത്, ഏകാന്തതയിൽ അവൻ കിടക്കുന്നത്. ആരും അവനോടൊപ്പം ഇല്ല. അവനോടൊപ്പമുള്ള ഭാര്യ വരെ അവനെ ഒറ്റിപ്പറഞ്ഞ് അവനെ വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോ അവൻ കിടക്ക വിരിക്കുന്നത് ഇരുട്ടിന്റെ ഏകാന്തതയിലാ. അവൻ പറയുക, അവിടെ ആയിരുന്നാൽ ആരും എന്നെ കാണത്തില്ലല്ലോ, ആരും എന്നോടൊപ്പം വന്ന് പരാതി പറയത്തില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് യോബ് അവൻ ഇരുട്ടിലേക്ക് അവന്റെ കിടക്ക വിരിച്ചിരിക്കുക. പ്രൈസ് സ്നേഹിത, ഇന്ന് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മ പറയുക, നാമും എത്രയോ രാത്രിയുടെ യാമങ്ങള് ഇരുട്ടിന്റെ അനുഭവത്തിലൂടെ കടന്ന്, ആരും നിനക്ക് ആശ്രയമില്ലാതെ, ആരും നിനക്ക് ആശ്വാസം പകർന്നു തരാതെ, എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തി ഏകാന്തതയിൽ നീ ആയിരുന്ന് ഇരുട്ടിന്റെ അനുഭവത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുക, ആ അനുഭവത്തിലും നിന്റെ സാക്ഷ്യം കാണുന്നവൻ സ്വർഗത്തിൽ ഇരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒരു അനുഭവത്തിലൂടെ യോബ് മുന്നോട്ട് പോകുമ്പോ യോബ് പറയാണ്, ഇത്രയൊക്കെ സങ്കടം വന്നിട്ടും, ഇത്രയൊക്കെ പരിഭ്രമ അനുഭവങ്ങൾ വന്നിട്ടും, ഏകാന്തതയുടെ അനുഭവങ്ങളായിരുന്നിട്ടും, രാത്രിയിൽ ആരും ആശ്വസിപ്പിക്കാനില്ലാതിരുന്നിട്ടും അവൻ പറയുന്നത്, എന്റെ സാക്ഷി സ്വർഗത്തില. ഈ ലോകത്തിലുള്ള ഒരു വ്യക്തികൾ എന്റെ സാക്ഷ്യം കേൾക്കണ്ട. ഈ ലോകത്തിലുള്ള ആരും എനിക്ക് ആശ്വാസ വാക്ക് പറഞ്ഞു തരണ്ട. ഈ ലോകത്തിലുള്ളവരാരും എന്നെ കുറിച്ച് ഒന്നും പറയണ്ടെന്ന്. എന്റെ സാക്ഷ്യം കേൾക്കുന്നവൻ ഉയരത്തിലുണ്ട്. എന്റെ ജാമ്യക്കാരൻ ഉയരത്തിലായിരിക്കുന്നത്. എന്റെ സാക്ഷ്യം കേൾക്കുന്നവൻ സ്വർഗത്തിലാ. എന്റെ ജാമ്യക്കാരൻ ഉയരത്തിലിരിപ്പുണ്ട്. ആ ദൈവം എനിക്ക് വേണ്ടി സാക്ഷ്യം നൽകി തരും. സാക്ഷ്യത്തിന് മറുപടി നൽകൂ. എന്റെ സാക്ഷ്യം അവൻ കേൾക്കൂ. ഈ ലോകത്തിലുള്ളവർ കേൾക്കുന്ന സാക്ഷ്യങ്ങൾക്കൊത്തവണ്ണം അവനെ കുറിച്ച് വല്ലാതെ വ്യാകുലതകൾ പറയുമ്പോ, അവനെ കുറിച്ച് വല്ലാതെ അസ്വസ്ഥകൾ പറയുമ്പോ അവൻ പറയുന്നു, ഇവരൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് കിടന്നുറങ്ങുവാൻ പോലും കഴിയുന്നില്ല, എനിക്ക് സ്വസ്ഥമായി ഭവനത്തിൽ ഇരിക്കുവാൻ പോലും കഴിയുന്നില്ല. ആ നിലവാരത്തിൽ വേദനിക്കപ്പെട്ട, വളരെ പ്രയാസപ്പെട്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോ എന്റെ ജീവിതത്തിൽ എന്റെ സങ്കടം കാണുന്നവൻ, എന്റെ വേദന അറിയുന്നവൻ, എന്റേതായ ബുദ്ധിമുട്ടുകളെ കാണുന്നവൻ സ്വർഗത്തിലിരിപ്പുണ്ട്. അവൻ അവിടെ ജാമ്യക്കാരൻ സ്വർഗത്തിൽ ഉയരത്തിലായിരിക്കുന്നത്. അവൻ മതി എനിക്ക് ആശ്രയമായി. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ദൈവദാസിമാരോട് ഞാൻ ഒരു ദൈവിക ദൂത് ഞാൻ കൈമാറുക. ജീവിതത്തിൽ കടന്നു വരുന്ന വേദനകൾ, ജീവിതത്തിൽ കടന്നു വരുന്ന സങ്കടമായ അനുഭവങ്ങൾ,
ലോകത്തിലുള്ളവരോട് പ്രദർശിപ്പിച്ചിട്ടോ ലോകത്തിലുള്ളവരോട് പറഞ്ഞിട്ടോ കാര്യമില്ല. ഇന്ന് പറയേണ്ടത് സ്വർഗത്തിലുള്ള ദൈവത്തോടാണ്. നിന്റെ വേദനകൾ അറിയിക്കേണ്ടത് സ്വർഗത്തിലെ ദൈവത്തോട്. അവിടെ ഇരുന്നു കൊണ്ട്, സ്വർഗത്തിലിരുന്നു കൊണ്ട് നിന്റെ വേദനകളെ കാണുന്നവൻ, നിന്റെ ബുദ്ധിമുട്ടുകളെ കാണുന്നവൻ, നിന്റെ പ്രയാസങ്ങളെ അറിയുന്നവൻ, ആ ദൈവം നിനക്ക് വേണ്ടി പരിഹാരം തരുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. യോബ് തന്റെ സാക്ഷ്യം സ്വർഗത്തിലെ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. അവൻ പറയുന്നു, എന്റെ ഈ സാക്ഷ്യത്തിന് ജാമ്യക്കാരനായി അവൻ ഉയരത്തിൽ ഇരിപ്പുണ്ടെന്നേ. അവൻ മതി എനിക്ക് എന്റെ ജീവിതത്തിന് മേൽ നല്ലതായി അല്ലെങ്കിൽ അനുഗ്രഹമായി തീരുവാൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ വചനത്തിലൂടെ, ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് ഈ സംസാരിക്കുന്ന ദൈവത്തിന്റെ ആലോചന നമുക്ക് വേണ്ടിയാണ്. നമ്മെ സങ്കടപ്പെടുത്തിയവരുടെ നടുവിൽ, നമ്മെ വേദനിപ്പിച്ചവരുടെ നടുവിൽ, നമ്മെ വല്ലാതെ പരിഭ്രമം പറഞ്ഞവരുടെ നടുവിൽ നമ്മുടെ സാക്ഷ്യം പങ്കുവെക്കരുത്. നിന്റെ സാക്ഷ്യം സ്വർഗത്തിലെ ദൈവത്തോട് പറ. ഇന്ന് രാത്രി ഈ യോബ് അവന്റെ സങ്കടങ്ങൾ, അവന്റെ വ്യാകുലതകൾ, അവന്റെ പ്രയാസങ്ങൾ അവൻ സ്വർഗത്തിലേക്ക് സമർപ്പിച്ചു. അവന്റെ ജാമ്യക്കാരൻ സ്വർഗത്തിലായിരിക്കുന്നു എന്ന് അവൻ ചിന്തിച്ച് ആ നിലവാരത്തിൽ മുന്നോട്ട് പോയി. അതുകൊണ്ട് യോബിന്റെ ജീവിതം നിരാശപ്പെട്ടു പോയില്ല, തകർന്നു പോയില്ല. അവന്റെ ജീവിതം പിന്നത്തേതിൽ അവന് നഷ്ടപ്പെട്ടതിനപ്പുറമായി, അവന് തകർച്ച അനുഭവിച്ചതിനപ്പുറമായി, അവനെ നിന്ദിച്ചവരുടെ നടുവിൽ അതിനപ്പുറമായി ദൈവത്തിന്റെ പ്രവൃത്തി യോബിന്റെ മേൽ വെളിപ്പെട്ട് നഷ്ടപ്പെട്ടതിനപ്പുറമായി നന്മ, അപ്പുറമായി അവന് ശാരീരികമായ വിടുതൽ, നഷ്ടപ്പെട്ടതിനപ്പുറമായി തലമുറകൾ അവന് ദൈവം നൽകി അവനെ മാനിക്കുവാനിടയായി. എന്തുകൊണ്ടെന്നറിയാമോ? അവൻ പറഞ്ഞത് ഈ ലോകത്തിലുള്ള വ്യക്തികളോടല്ല അവന്റെ സാക്ഷ്യം പറഞ്ഞത്, ഈ ലോകത്തിലുള്ള വ്യക്തികളോടല്ല അവന്റെ പരാതി പറഞ്ഞത്. അവൻ ദൈവത്തോട് പറഞ്ഞത് കൊണ്ട് അവനു വേണ്ടി ദൈവം പ്രവർത്തിച്ച് നഷ്ടപ്പെട്ടതിനപ്പുറമായി ഇരട്ടിയായ നന്മ ദൈവം യോബിന് നൽകി. ദൈവം അവനെ മാനിക്കുവാനിടയായി. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയുവാനുള്ള ഒരു അഭ്യർത്ഥന, നമ്മുടെ സാക്ഷ്യം ലോകത്തിലുള്ളവരോട് പറയരുത്. നമ്മുടെ സാക്ഷ്യം ലോകത്തിലുള്ളവരോട് വിവരിക്കരുത്. അവർ നിന്നെ പരിഹസിച്ചെന്ന് വന്നേക്കാം, അവർ നിന്നെ നിന്ദിച്ചെന്ന് വന്നേക്കാം, അവർ നിന്നെ ഒറ്റപ്പെടുത്തിയെന്ന് വന്നേക്കാം. പ്രിയരെ, ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കണം. എന്റെ വ്യാകുലതകൾ, എന്റെ സാക്ഷ്യങ്ങൾ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് മാത്രമേ അറിയിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് പുതിയ നിയമത്തിൽ അനേക ഭക്തന്മാർ അല്ലെങ്കിൽ ദൈവജനങ്ങൾ ദൈവത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിട്ട്, ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങളെ പ്രാപിച്ചിട്ട് സാക്ഷ്യം പറയുന്ന അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. അതൊക്കെ പറഞ്ഞാൽ ഒത്തിരി സമയം എൻ്റെ മുമ്പിലില്ല, അത് ഞാൻ വിവരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം മാത്രം അതിൽ നിന്ന് പറയാം, ഒരു വ്യക്തിയുടെ സാക്ഷ്യം മാത്രം ഞാൻ പറയാം. നമുക്ക് വായിക്കാം യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 9-ാം അധ്യായത്തിൽ ഒരു മനുഷ്യൻ അവിടെ ഒരു സാക്ഷ്യം പറയുക. 9-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടെ ഇങ്ങനെയാ പറയുന്നത്, അതിന് അവൻ പാപിയോ അല്ലയോ ഞാൻ അറിയുന്നില്ല, ഒന്നറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണ് കാണുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കുരുടനായ ഒരു മനുഷ്യനെ യേശു സൗഖ്യമാക്കി, ശബത്തിൽ അവനെ സൗഖ്യമാക്കിയത്. അതുകൊണ്ട് അവിടത്തെ ശതാധിപന്മാരും പരീശന്മാരും ഒന്നടങ്കം അവന് വിരോധമായി എഴുന്നേറ്റു. ഇവൻ എന്തിനാ ശബത്തിൽ സൗഖ്യമാക്കിയത്? ഇവൻ അത്രയും വർഷങ്ങൾ കൊണ്ട്, നാളുകൾ കൊണ്ട് കുരുടനായി കിടന്നിട്ട് ആർക്കും പരിഭ്രമമില്ല. സഭക്കാർ എഴുന്നേറ്റില്ല, അല്ലെങ്കിൽ അവനോടൊപ്പം സ്നേഹിതന്മാർ എഴുന്നേറ്റില്ല. പക്ഷെ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോ എല്ലാവരും ഒന്നടങ്കം എഴുന്നേറ്റ്. ഇവൻ എന്തിനാ ഇവനെ സൗഖ്യം പ്രാപിച്ചത്? ഇവൻ എന്തിനാ സൗഖ്യം ശബത്തിൽ കൊടുത്തത് എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ അവന് വിരോധമായി സംസാരിപ്പാനിടയായി. ആരാ നിനക്ക് സൗഖ്യം തന്നത്? നീ എവിടെ നിന്നാ വന്നത്? നീ ഇന്ന സ്ഥലത്തിരുന്നവനല്ലേ? നീ എങ്ങനെയാ സൗഖ്യം പ്രാപിച്ചു വന്നത്? എന്നിട്ട് പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും വിശ്വാസമില്ലാത്ത കൊണ്ട് ഇവന്റെ അമ്മയോ അപ്പനും ഇന്ന ആളല്ലേ? അമ്മയോ മാതാവിന്റെ പിതാവിന്റെ അടുക്കൽ പോയി അവരോടും ചെന്ന് നിന്റെ മകനാണോ സൗഖ്യം പ്രാപിച്ചത് എന്ന് പറഞ്ഞ് അവരോടും പറയില്ല, തന്നെ എന്റെ മകൻ കുരുടനായിരുന്നു, പക്ഷെ എങ്ങനെ സൗഖ്യം പ്രാപിച്ചെന്ന് അറിയത്തില്ല, അവൻ കണ്ണ് കാണാവുന്നവനായില്ല, എന്റെ വീട്ടിലേക്ക് വന്നു. നാളുകൾ അവന്റെ അപ്പനും അമ്മയും അവന്റെ മകനെ കണ്ണു തുറന്ന് കാണുവാൻ കഴിയാതെ അവൻ വഴിയമ്പലത്ത് ഭിക്ഷയാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ
അവന് പരിഭ്രമം, മാതാപിതാക്കൾക്ക് പരിഭ്രമമില്ല. എന്നാൽ കാഴ്ച കിട്ടിയിട്ട് പോലും അതിന് സന്തോഷിക്കുവാൻ കഴിയാതെ പള്ളിക്കാരെ പേടിച്ച് അല്ലെങ്കിൽ ഉന്നതമായ വ്യക്തികളെ പേടിച്ച് അവർ മാതാപിതാക്കൾ പറയുന്ന വാക്ക് കണ്ടു. അവൻ കുരുടനായിരുന്നു, പക്ഷെ ആര് സൗഖ്യം കൊടുത്തെന്ന് എനിക്കറിയില്ല. സ്വന്തം മാതാപിതാക്കൾ അങ്ങനെ പറഞ്ഞിട്ടും അതിൽ നിന്ന് രക്ഷയില്ലാതെ വന്നപ്പോ, മറുപടി ലഭിക്കാതെ വന്നപ്പോ ഇവരുണ്ടല്ലോ, ഈ ശതാധിപന്മാരും പരീശന്മാരും അവന്റെ അടുക്കൽ തന്നെ വന്നു. അവനോട് പറയുക, എങ്ങനെയാടാ നിനക്ക് സൗഖ്യം കിട്ടിയത് എന്ന് അവനോട് ചോദിച്ചപ്പോ അവൻ പറയുന്നുണ്ടല്ലോ, അവൻ പറഞ്ഞ ഭാഗമാ അവൻ വായിച്ചത്. അവൻ പാപിയോ അല്ലയോ എനിക്കറിയില്ല, പക്ഷേ ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണു കാണുന്നു എന്ന് അവൻ പറയുവാനിടയായി. ഒരു പാപിയെന്നും അല്ലെങ്കിൽ അവനെക്കുറിച്ച് അവൻ പാപിയെന്നും മറ്റൊരു മനുഷ്യനാണെന്നും പറഞ്ഞ് അവനെ വല്ലാതെ, യേശുവിനെ വല്ലാത്ത വാക്കുകൊണ്ട് വേദനിപ്പിച്ചപ്പോഴും ഈ സൗഖ്യം പ്രാപിച്ച മകൻ പറയാണ്, അവൻ പാപിയോ എന്തോ എനിക്കറിയില്ല, പക്ഷെ ഞാൻ കുരുടനായിരുന്നു, എനിക്ക് സൗഖ്യം കിട്ടി. അവന്റെ സാക്ഷ്യം കണ്ടോ? ലോകത്തിലുള്ളവരുടെ അവന്റെ സാക്ഷ്യങ്ങളെ ഖണ്ഡിക്കുവാൻ വേണ്ടി, അതിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുവാൻ വേണ്ടി വന്നപ്പോ അവൻ സ്വർഗത്തിലെ ദൈവത്തെക്കുറിച്ച് സാക്ഷ്യം പറയുന്ന അനുഭവം കണ്ടു. ഇന്ന് ഈ വചനത്തിലൂടെ നമ്മോട് പറയുന്ന ഒരു ദൈവിക ദൂത്, നിന്റെ സാക്ഷ്യം കേൾക്കുന്നവൻ ലോകത്തിലുള്ളവർ ആരുമില്ലെന്നേ. നിന്റെ സാക്ഷ്യം കേൾക്കുവാൻ സ്വർഗത്തിൽ ഒരുവനേ ഉള്ളൂ. നിന്റെ വേദനകളെ കാണുന്നവൻ സ്വർഗത്തിൽ ഒരുവനേ ഉള്ളൂ. നിന്റെ ബുദ്ധിമുട്ടുകൾ അറിയുന്നവൻ ഒരു സ്വർഗത്തിൽ ഒരുവനേ ഉള്ളൂ. ആ ദൈവത്തെ നിനക്ക് വിളിച്ചപേക്ഷിക്കുവാൻ കഴിയുമോ? ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കും നിന്നോട് പറയുക, നിന്റെ സങ്കടങ്ങൾ, നിന്റെ വേദനകൾ, നിന്റെ ബുദ്ധിമുട്ടുകൾ നിന്നെ കാണുന്ന ഒരുവനുണ്ട് സ്വർഗത്തിൽ. ആ ദൈവത്തോട് നിന്റെ ആവശ്യകതകൾ, നിന്റെ വേദനകൾ, നിന്റെ പ്രയാസങ്ങൾ ഒന്ന് സമർപ്പിക്കുക. ആ ദൈവം നിനക്ക് ആശ്വാസം നൽകി തരുവാനിടയാകും. ഞാൻ വേഗത്തിൽ വിരമിക്കട്ടെ. ഇത് എങ്ങനെയാ പറയുന്ന വചനം വായിച്ചത്? ഇപ്പോഴും എന്റെ സാക്ഷി സ്വർഗത്തിൽ, എന്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു. ഇന്ന് ഈ വചനം നമ്മൾ നെഞ്ചത്ത് കരം വെച്ച് പറ, എന്റെ സാക്ഷി സ്വർഗത്തിലാ, എന്റെ ജാമ്യക്കാരൻ ഉയരത്തിലാ. അതുകൊണ്ട് എന്റെ വേദന, എന്റെ സങ്കടങ്ങൾ ഞാൻ ഉയരത്തുള്ളവനോടും സ്വർഗത്തിൽ ഇരിക്കുന്നവനോടും മാത്രമേ ഞാൻ പറയത്തുള്ളൂ എന്ന് ഒരു തീരുമാനത്തോടും ഒരു പ്രതിഷ്ഠയോടും കൂടെ ഇന്ന് ഈ സമയം നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. ഈ വചനപ്രകാരം ദൈവം നമ്മെ എല്ലാവരെയും ഈ വചനപ്രകാരം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിരമിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അങ്ങയുടെ ശബ്ദം ഇന്ന് ഈ സമയം കേൾപ്പിക്കുവാനിടയായി. അങ്ങ് വചനം ഇങ്ങനെയാ പറയുന്നത്, എന്റെ സാക്ഷി സ്വർഗത്തിൽ, എന്റെ ജാമ്യക്കാരൻ ഉയരത്തിൽ. അതേ വചനപ്രകാരം തന്റെ മക്കൾ ഒരുമിച്ച് കർത്താവേ, അവിടെ സാക്ഷ്യങ്ങൾ സ്വർഗത്തിലെ ദൈവത്തോട് അറിയിക്കുവാൻ, അവിടെ വേദനകൾ സ്വർഗത്തിലെ ദൈവത്തോട് അറിയിക്കുവാൻ ആ ദൈവം അവർക്ക് വേണ്ടി ഉത്തരമരളി അവരെ ആശ്വസിപ്പിച്ച് അവരെ ഓരോ നിമിഷങ്ങളിൽ വഴി നടത്തുന്ന ദൈവമാകിയാൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ഈ സമയം എല്ലാവരെയും തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് തന്നെ എല്ലാവരെയും അവിടുന്ന് പരിപാലിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.